വരലബ്ധിയാൽ അന്ധനായ ജലന്ധരൻ നാരദന്റെ ഏഷണിയാൽ വശം വദനായി ശിവപത്നിയായ ശ്രീ പാർവതിയെ വേൽക്കാൻ തുനിഞ്ഞിറങ്ങി. കൈലാസത്തിലെത്തിയ ജലന്ധരൻ ശിവപരമാത്മാവിനെ യുദ്ധത്തിന് വിളിച്ചു. ശ്രീ പരമേശ്വരൻ വിഷ്ണുമായെ അർത്ഥഗർഭമായി ഒന്നു നോക്കി മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ വിഷ്ണുമായ സ്വാമി ജലന്ധരനോടെതിരിട്ടു. ജലന്ധര നിഗ്രഹത്തോടെ വിഷ്ണുമായ സ്വാമിയുടെ ശത്രുനിഗ്രഹശേഷി ശ്ലാഘിക്കപ്പെട്ടു. ദേവേന്ദ്രൻ ഭഗവാനെ സ്വർഗലോകത്തേക്കു ക്ഷണിച്ചു. എന്നാൽ ജനസേവനത്തിന്റെ മഹനീയ രംഗം ഭൂമിയിലാണെന്നും തന്റെ ദൗത്യം നിർവഹിക്കേണ്ടത് ഭൂമിയിലാണെന്നും അറിയിച്ചു ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമി ഭൂമിയിലേക്ക് തിരിച്ചു. ഇതിനിടെ ഭൃംഗൻ എന്ന അസുരൻ വിഷ്ണുമായ സ്വാമിയുടെ വളർത്തമ്മയായ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ വിഷ്ണുമായ ഭൃംഗസുരനുമായി ഏറ്റുമുട്ടി. വലിയൊരു സൈന്യത്തിന്റെ പിൻബലം അസുരനുണ്ടായിരുന്നു. അനുചരൻ കരിങ്കുട്ടിയോടൊപ്പം വിഷ്ണുമായ സ്വാമി യുദ്ധത്തിൽ മുന്നേറി. പോരിനിടയിൽ വിഷ്ണുമായയ്ക്ക് മുറിവേറ്റു. രക്തം ഭൂമിയിൽ പതിച്ച മാത്രയിൽ അതിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാർ